ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം 2025 ജനുവരി 12 ഞായർ രാത്രി 8 മണി മുതൽ ജനുവരി 23 വ്യാഴം രാത്രി 8 മണി വരെ. ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി 1 മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക www.തിരുവൈരാണിക്കുളംടെമ്പിൾ.org. സാംസ്കാരിക കൊച്ചിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. വ്യത്യസ്ത സമൂഹങ്ങളും ഭാഷാ ന്യൂനപക്ഷങ്ങളും സംസ്കാരങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന കൊച്ചിയിൽ വിശാലമായ ലക്ഷ്യങ്ങളോടെ ഒരു സംഘടന രൂപം കൊള്ളുകയാണെന്ന് സാംസ്കാരിക കൊച്ചി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനുവരി 13 തിങ്കളാഴ്ച വൈകിട്ട് 4 കൊച്ചി കപ്പലണ്ടിമുക്ക് ഷാദി മാളിൽ ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് റഷീദ് കായിക്കര പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടെ ഒട്ടനവധി കലാകാരന്മാർ പിറവിയെടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായി ഒരു 70mm തിയേറ്റർ കൊണ്ടുവന്നു അവിടെ നിന്ന് ദേശീയ പുരസ്കാരങ്ങൾ വരെ വാങ്ങിയിട്ടുള്ള ആൾക്കാർ കൊച്ചിയിൽ ജനിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവർക്കെല്ലാവർക്കും വളരെ നിരാശയായിരുന്നു ഫലം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടനവധി കലാകാരന്മാർ ഇവിടെ പിറവിയെടുക്കുന്നുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 18 19 ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ നമ്മുടെ കൊച്ചിയിലുണ്ട്. ഗുജറാത്തികളുണ്ട്, ഇപ്പൊ ആസാമികളുണ്ട്, ബംഗാളികളുണ്ട്, പിന്നെ കച്ചി മേമൻസ് ഉണ്ട്, തബ്ലീഗ് ജമാഅത്ത് ഉണ്ട്, ക്രൈസ്തവ സഹോദരന്മാര്, ഹൈന്ദവ സഹോദരന്മാര്, മുസ്ലിം സഹോദരന്മാര്. അതിൽ തന്നെ ഓരോരുത്തർക്കും ചില പ്രത്യേക ഏരിയകളുണ്ട്. ഇപ്പം പാലസ് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗൗഡസാരസ്വത സമൂഹം. മുതിർന്ന പത്രപ്രവർത്തകൻ ജമാൽ കൊച്ചങ്ങാടി മുഖ്യ പ്രഭാഷണം നടത്തും. റഷീദ് കായിക്കര അധ്യക്ഷത വഹിക്കും. രക്ഷാധികാരി KJ ആന്റണി വിഷയാവതരണം നടത്തും. യോഗാനന്തരം KA ഹുസൈന്റെ നേതൃത്വത്തിൽ ഗസൽ ഗായകൻ അബ്ദുൽ സലാമും മറ്റു കലാകാരന്മാരും ചേർന്ന് ഗാനങ്ങൾ ആലപിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. സെക്രട്ടറി CA സൈനുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ഷംസു യാക്കൂബ് സേട്ട്, CK മുഹമ്മദ് നവാസ്, ഷഹീർ അലി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.